എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ട് ഇനി നേരെ തറവാട്ടിലേക്കാണ് കേട്ടോ ഒന്ന് പോണത്. അപ്പോൾ ഇന്ന് തറവാട്ടിൽ അമ്മൂൻ്റെ പിറന്നാളാണ്. അപ്പോൾ രാവിലെ അവർക്ക് സ്കൂളിൽ പോകാനാകുമ്പോഴേക്കും ഒരു സദ്യ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. എന്നും 5 മണിക്ക് എണീറ്റിനാണ്, ഇന്ന് ഒരു 4:30 ആയപ്പോൾ എണീറ്റും. അപ്പോൾ ഞാൻ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിനാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി വാതിലും പൂട്ടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവർ 6:30 ആയിട്ടാണ് എണീറ്റ്. അപ്പോൾ ഞാൻ അപ്പോഴേക്ക് വന്നാൽ മതിയല്ലോ വെച്ചിട്ട് വേഗം പോവുകയാണ്. നല്ല ഇരുട്ടാണ് കേട്ടോ, 5 മണിയായിട്ടുണ്ട്. നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം വരുന്നത്. അത് തറവാടിൻ്റെയും നമ്മുടെ വീടിൻ്റെയും നടുകിലായിട്ടാണ് അമ്പലം വരുന്നത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ബാക്കിലൂടെയാണ് പോണത്. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോകാമല്ലോ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ നമ്മുടെ പകുതി പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയൽ അടുപ്പത്തായിട്ടുണ്ട്, പിന്നെ നമ്മൾ ഗ്യാസിൽ കുറുമയും ചുക്കുവെള്ളവും വെച്ചിട്ടുണ്ട്, പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ അച്ഛൻ മുളക്കും വെച്ചു. അപ്പോൾ ഞാൻ വേഗം പോയി തൊഴുതു. അപ്പോഴേക്കും അമ്മൂട്ടി എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ അവൾ എണീറ്റ് വന്നപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ അവളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ നമ്മുടെ വീട്ടിലെ അമ്പലം ഉണ്ടല്ലോ, പിന്നെ അതുമല്ല രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അവൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വരുമ്പോഴേക്കും നേരം വൈകും, സ്കൂളിലേക്ക് പോകേണ്ടതല്ലേ. പിന്നെ അവൾ റെഡി ആയിട്ടോ, റെഡി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ അവൾ ഷാളും കൊണ്ട് ഓരോ പോസ് കാണിക്കുമായിരുന്നു, ഇതുപോലെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും അച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അച്ചു ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയത് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുകയാണ് എന്താണെന്ന്. അപ്പോൾ ഇതാ എന്നിട്ട് ഗിഫ്റ്റ് കുറച്ച് മുടിയിലിടുന്നതും ഒരു കൂട്ടം കമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി വെച്ചപ്പോൾ അവൾ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചുണ്ണി. അപ്പോൾ അത് എന്താ എഴുതിയെന്നൊക്കെ ഓരോന്ന് വായിച്ചു കൊടുക്കുമായിരുന്നു. അത് അവൾക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ. അങ്ങനെ സർപ്രൈസായിട്ട് ഓരോ ഗിഫ്റ്റൊക്കെ കിട്ടുന്ന അവൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ വേഗം സദ്യ വിളമ്പാൻ തുടങ്ങി. ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം വിളക്കിന് വിളമ്പി കൊടുക്കുന്നുണ്ട്, പിന്നെ കുട്ടിക്കും കൂടി വിളമ്പി കൊടുത്തു. പപ്പടം, അവിയൽ, പിന്നെ കുറുമ, ഉപ്പേരി, സാമ്പാർ, ചോറ്, പിന്നെ പായസം, ഇത്രയും കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അവൾക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. മറ്റവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ കഴിക്കാൻ തുടങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ വിളമ്പി കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ അരിയും പൂവിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വിളക്കിന് അരിയും പൂവിടും, പിന്നെ കുട്ടിക്കൊന്ന് അരിയും പൂവിട്ട് അവൾക്കൊന്ന് അനുഗ്രഹിക്കുകയും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവർക്കും കൂടി വിളമ്പി കൊടുത്ത് വേഗം അവർക്ക് പോവാറായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ അവരെ പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും അവരെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അവരെ കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും അമ്മൂൻ്റെ കഴിക്കൽ അപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവൾ ഇങ്ങനെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൾ പായസം മാത്രമാണ് കേട്ടോ ഇത്രയും നേരമായിട്ട് കഴിച്ചിട്ടുള്ളത്. ചോറ് നോക്കിയിട്ടും കൂടി ഇല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ കട്ടിലുമ്മ ഇരുന്നു. അവരൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ കഴിക്കൽ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നപ്പോൾ ഞാൻ വേഗം ഒരു പ്ലേറ്റിലെടുത്തിട്ട് ഞാനും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് സദ്യ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം 2 മിഠായി തന്നു കേട്ടോ അമ്മ. അതും എടുത്തിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ബസ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛൻ വേഗം വന്നിരുന്നു. പിന്നെ അവളുടെ അമ്മയും വന്നിട്ടുണ്ട്. അമ്മൂട്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. അമ്മ ഒന്ന് പിറന്നാളായതുകൊണ്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.